ഹായ് ഗൈസ്. സോ നമ്മൾ ഇപ്പോൾ ഡോം സെലക്ഷനൊക്കെ ചെയ്തു വെച്ചിരുന്നു അല്ലേ. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്നുള്ളത്. അതായത് ഓൾറെഡി ലോഡഡ് ആയ പേജിൽ തന്നെ UI ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഹെവി ആപ്സിലൊക്കെ ഇതൊരു മെയിൻ മാജിക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പേജ് റീലോഡ് ചെയ്യാതെ തന്നെ സ്ക്രീനിൽ സ്മൂത്തായി തന്നെ ചേഞ്ചസ് കൊണ്ടുവരാനും സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ മുമ്പ് എഴുതിയ HTML ഫയലിൽ ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ H1 ഉണ്ട്, അതിൽ ID മെയിനായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ടെസ്റ്റ് ഉണ്ടാവുമെന്നും പറഞ്ഞ് നമ്മളിത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലൊരു UL നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ബേസിക്കലി 3 LI ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ 3 നമ്മൾ ക്ലാസ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മൾ സിംഗിൾ എലമെൻറ്റ് സെലക്ട് ചെയ്യാനും മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് സെലക്ട് ചെയ്യാനും സാധിക്കും. ആക്ച്വലി അതിന് വേണ്ടിയിട്ട് നമ്മൾ സെയിം ക്ലാസ്സസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലാസ് വെച്ചെടുക്കണമെങ്കിൽ മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് നമുക്ക് കിട്ടും, ID വെച്ചിട്ടെടുക്കണമെങ്കിൽ സിംഗിൾ എലമെൻറ്റ്സും വെച്ച് കിട്ടും. സോ അതൊക്കെ ബേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുത്തതെന്ന് മാത്രം. ഓക്കെ, ഇനി ഒന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ആക്ച്വലി നമ്മുടെ ഒരു പേജിൽ പാരഗ്രാഫ് ഉണ്ടെന്ന് വന്നിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യാം. ഓക്കെ, ആ പാരഗ്രാഫിന് ID എന്ന് പറഞ്ഞാൽ വെൽക്കം ടെസ്റ്റാണ്, ക്ലാസ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഡിഫോൾട്ടാണ്, പിന്നെ അതിൻ്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെൽക്കം എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ document.getElementID ഓഫ് വെൽക്കം ടെസ്റ്റ് കൊണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വാല്യൂ കിട്ടും. ഇത് കണ്ടോ, document.getElementID ഓഫ് വെൽക്കം ടെസ്റ്റ് എന്ന് കൊടുത്താൽ നമുക്ക് വാല്യൂ കിട്ടും. ആ വാല്യൂ ഞാനിവിടെ കോൺസ്റ്റ് Pയിലേക്ക് ഇട്ട് വയ്ക്കുന്നു. തൽക്കാലത്തേക്ക് ഒരു കോൺസ്റ്റ് Pയിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. ഇപ്പോൾ P എന്നത് ബേസിക്കലി ഒരു HTML ടാഗ് അല്ല, ബ്രൗസർ നമുക്ക് തന്ന ഡോം ഒബ്ജക്റ്റിൻ്റെ റെഫറൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ Pയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാൻ നമുക്ക് പല മെത്തേഡ് എടുക്കാം. ഒന്ന് P.text content എന്ന് പറഞ്ഞെടുക്കാം. സോ ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ വെൽക്കം ആ ടെസ്റ്റ് കിട്ടും. ഇവിടെ ഇത് വെൽക്കം ടെസ്റ്റ് കിട്ടും. P.id എന്ന് പറഞ്ഞാൽ വെൽക്കം ടെസ്റ്റ് കിട്ടും. ഓക്കെ, അതിൻ്റെ ID കിട്ടും. പിന്നെ P.class name ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ്-default കിട്ടും, അതിൻ്റെ ക്ലാസ്സസ് കിട്ടും. ഓക്കെ, ശ്രദ്ധിക്കണം, .class-അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, .class name എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് റീഡ് ചെയ്യാൻ മാത്രമല്ല കേട്ടോ, പലതും റൈറ്റ് ചെയ്യാനും സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ P.class name equal to എന്ന് പറഞ്ഞിട്ട് ന്യൂ ക്ലാസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡോമിൽ അത് ക്ലാസ് മാറും, UIയിൽ റിഫ്ലക്റ്റ് ആവുകയും ചെയ്യും. ഓക്കെ, ബ്രൗസർ ഓട്ടോമാറ്റിക് തന്നെ അത് റീപെയിൻ ചെയ്ത് കാണിക്കുകയും ചെയ്യും നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് ഹെഡറിൽ H1 നമ്മൾ എടുത്ത ആപ്ലിക്കേഷൻ്റെ ഈ H1 ബേസിക്കലി കുറച്ച് സ്റ്റൈൽസൊക്കെ നമുക്ക് മാറ്റാം. ഓക്കെ, സോ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാനിവിടെ എഴുതുന്നത് കൺസോളിൽ തന്നെ മാറ്റാം. const H1 ഈക്വൽ ടു ഓക്കെ H1.getElementID ഓഫ് മെയിൻ ടൈറ്റിൽ എന്ന് പറഞ്ഞ് ഞാനിവിടെ കൊടുത്തു. എന്നിട്ട് H1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ മെയിൻ ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കറൻ്റ്ലി. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് കൊറിസൾട്ടർ യൂസ് ചെയ്യാം, കൊറിസൾട്ടർ ഓഫ് H1 യൂസ് ചെയ്യാം, പക്ഷേ ഞാനിവിടെ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്ക് H1 കിട്ടിയിട്ടുണ്ട്. ഇനി H1 കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയിരുന്നു. നമുക്കൊരു ടെക്സ്റ്റ് കണ്ടൻ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടിയിട്ടുണ്ട്. ടെക്സ്റ്റ് ഉണ്ടാവുന്ന നമ്മൾ കൊടുക്കുന്ന വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ H1.class name കൊടുത്തു കഴിഞ്ഞാൽ എംപ്റ്റി സ്ട്രിംഗ് ആണ്. കാരണം ഇവിടെ കറൻ്റ്ലി ക്ലാസ്സസ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ അത് എംപ്റ്റി സ്ട്രിംഗ് ആയിട്ടാണ് നമുക്ക് തരുന്നത്. ഇപ്പോൾ നമുക്ക് ടെക്സ്റ്റ് കണ്ടൻറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. എനിക്ക് ടെക്സ്റ്റ് ഉണ്ടാവുന്ന രീതിയിൽ മാറ്റണം ആക്ച്വലി. ഓക്കെ, അപ്പം ഞാനിവിടെ എഴുതുന്നത് H1.text content ഈക്വൽ ടു ഞാനിവിടെ ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് എഴുതി എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് മാറി. ആക്ച്വലി ന്യൂ ടെക്സ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പം. സോ ബിഹൈൻഡ് ദി സ്ക്രീൻസ് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ പഴയ ടെക്സ്റ്റ് നോട്ട് റിമൂവ് ചെയ്ത് ന്യൂ ടെക്സ്റ്റ് നോട്ട് അത് ക്രിയേറ്റ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ ക്ലാസ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. സോ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ H1.class name ഈക്വൽ ടു ടൈറ്റിൽ CLS എൻ്റർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്കിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എലമെൻറ്റ്സിൽ പോയിട്ട് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ടൈറ്റിൽ CLS ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ബേസിക്കലി നമ്മളിവിടെ കൊടുത്തത് റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. ക്ലാസ് നെയിം കൊടുത്തപ്പോൾ ഇപ്പോൾ എലമെൻറ്റ് ടൈപ്സിൽ നോക്കിയാൽ ഞാൻ നമ്മൾ പറഞ്ഞു അത് കണ്ടു. പിന്നെ CSS ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്റ്റൈൽ അത് അപ്ലൈ ആവും ആക്ച്വലി. ഓക്കെ, ഇനി നമ്മൾ CSS ഫയൽ ഇല്ലെങ്കിൽ പോലും ജാവാസ്ക്രിപ്റ്റ് വഴി നമുക്ക് സ്റ്റൈൽ മാറ്റാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ H1.style എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. സോ സ്റ്റൈലിൽ ഡോട്ട് അടിച്ച് കഴിഞ്ഞാൽ കുറേ പ്രോപ്പർട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേ പ്രോപ്പർട്ടി ഉണ്ട് ഇവിടെ. സോ ഞാൻ ഒരു ഉദാഹരണം കാണിക്കുകയാണെങ്കിൽ കളർ ഞാൻ കൊടുക്കാം. ഓക്കെ, കളർ ഈക്വൽ ടു ഞാനിപ്പോൾ കൊടുക്കുന്നത് വൈറ്റ് കൊടുക്കാം. വൈറ്റ് എൻ്റർ അടിച്ചു.
സോ വൈറ്റ് വന്നപ്പോൾ കളർ ഇതായി കാണുന്നില്ല, പക്ഷേ ഇവിടെ സെലക്ട് കിടക്കുന്നുണ്ട്. സോ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെയിം കളർ മാച്ച് ആയപ്പോഴാണ് നമുക്ക് കാണാത്തത്. ഓക്കെ, സോ ടെക്സ്റ്റ് വൈറ്റ് ആയിട്ട് വായിക്കും കുറച്ച് ഹാർഡ് ആയതുകൊണ്ട് ഞാനിപ്പോൾ എന്താ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് കളറും കൂടി കുറച്ച് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ ബേസിക്കലി നമുക്ക് എന്താ വെച്ചാൽ h1.style. ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് കൊടുത്താൽ എടുക്കില്ല. ഇങ്ങനെ ഹൈഫൺ വെച്ച് കൊടുക്കണമെങ്കിൽ എടുക്കില്ല. ജാവാസ്ക്രിപ്റ്റിൽ ഡാഷ് ഉപയോഗിക്കാനാവില്ല. അതുകൊണ്ട് അത് ക്യാമൽ കേസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ക്യാമൽ കേസിന് എന്താ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ C ക്യാപ്സ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ കറൻ്റ് ഇവിടെ ഒന്നുമില്ല, അപ്പോൾ ഞാനിവിടെ ഒരു കളർ അസൈൻ ചെയ്യാണ്. റെഡ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, സോ റെഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കളർ റെഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ടെക്സ്റ്റ് നമ്മൾ കൊടുത്ത ടെക്സ്റ്റ് കുറച്ചുകൂടി റീഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ വൈറ്റ് ടെക്സ്റ്റ് പ്ലസ് റെഡ് ബാക്ക്ഗ്രൗണ്ട് ആക്കി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ CSS പ്രോപ്പർട്ടിയിൽ ഡാഷ് ഉണ്ടെങ്കിൽ ഡാഷ് റിമൂവ് ചെയ്ത് നെക്സ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ ആണ് കൊടുക്കേണ്ടത്. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ബാക്ക്ഗ്രൗണ്ട് ഹൈഫൺ കളറാണ് CSS പ്രോപ്പർട്ടിയിലാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൽ വരുമ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് C ക്യാപ്സ് ആയിട്ട് വരും, പിന്നെ കളർ അങ്ങനെ എഴുതേണ്ടി വരും. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും എത്ര പ്രോപ്പർട്ടീസ്, ഇതൊക്കെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇതൊക്കെ മെമ്മറൈസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ, ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നിങ്ങൾ മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾക്ക് മെമ്മറി കാണണം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് മെത്തേഡ് ഈ കൺസോളിൽ തന്നെയാണ്. console.dir അടിക്കുക, എന്നിട്ട് നമ്മൾ കൊടുത്ത ഒബ്ജക്റ്റ് h1 കൊടുക്കുക. ഓക്കെ, സോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി ഈ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നുള്ളതൊക്കെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, ഇപ്പോൾ സ്റ്റൈലിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെയും ഡീറ്റെയിൽസ് കിട്ടും. സോ ഇത് ഇതിൻ്റെ ഉള്ളിൽ ഈ ഇപ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റിൻ്റെ കണ്ടമാനം പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. console.dir ഓഫ് h1 കൊടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി അത് ഓപ്പൺ ചെയ്ത് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലെ പ്രോപ്പർട്ടീസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ചിലതൊക്കെ മനസ്സിലാവുന്നതൊക്കെ എടുക്കാം, മനസ്സിലാവാത്തൊക്കെ തൽക്കാലം ഇഗ്നോർ ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, പേജ് റീലോഡ് ചെയ്താൽ തന്നെ ഇതൊക്കെ റീസെറ്റ് ആവുകയും ചെയ്യും. ഞാനിപ്പോൾ റീലോഡ് ചെയ്യുന്നില്ല, ഇത് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ എഴുതിയ പ്രോപ്പർട്ടീസ് അതൊക്കെ റീസെറ്റ് ആവുകയും ചെയ്യും. ഓക്കെ, കാരണം അത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സേഫാണ്. ഇതിങ്ങനെ അടിക്കുക, കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ റീലോഡ് ചെയ്യുക, പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. സോ കുറച്ചൊക്കെ നിങ്ങൾക്ക് അതിനെ പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ഡെയിലി യൂസിന് ഞാൻ പറയും console.dir വെച്ചിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്താൽ മതി. കുറേ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നിങ്ങൾ ചെയ്യുന്ന ജാവാസ്ക്രിപ്റ്റിൽ ചെയ്യുന്ന എല്ലാ ചേഞ്ചസും ഞാനിവിടെ നേരത്തെ പറഞ്ഞു, പേജ് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പോകും. കാരണം ബേസിക്കലി ഇത് ഫയലിൽ സേവ് ആവുന്നില്ല, ഇത് ജസ്റ്റ് ബ്രൗസർ മെമ്മറിയിൽ മാത്രമാണ് സേവ് ആവുന്നത്. ഓക്കെ, സോ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ള് പോവുകയും ചെയ്യും. റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ HTML പ്ലസ് ഒറിജിനൽ ജാവാസ്ക്രിപ്റ്റ്, നമ്മൾ ഫയൽ ചെയ്ത് HTML ഫയൽ ചെയ്ത് ജാവാസ്ക്രിപ്റ്റ് വീണ്ടും ലോഡായി ആപ്ലിക്കേഷൻ റീഫ്രഷ് ചെയ്ത് സ്റ്റാർട്ട് ആവും ആക്ച്വലി. സോ ചേഞ്ചസ് എല്ലാം റീസെറ്റ് ആവുകയും ചെയ്യും. ഇതൊക്കെ ക്ലിയർ ആയി എന്ന് മനസ്സിലായിരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട്, ഡോക്യുമെൻറ്റേഷനിൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ MDN സെർച്ച് ചെയ്താൽ മതി. H1 എലമെൻറ്റ് അല്ലെങ്കിൽ HTML ഹെഡിങ് എലമെൻ്റ് ഒക്കെ വെച്ച് പ്രോപ്പർട്ടീസൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഐഡിയ കിട്ടും ഈ DOM പ്രോപ്പർട്ടീസിൻ്റെ ഒക്കെ കുറിച്ചിട്ട്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ റാപ്പപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ലോട്ട്, ബൈ.